എൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്ത് വന്നാലും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ സിനിമയിൽ നിന്ന് പോകാൻ തന്നെ പറ്റിയത്. കുറച്ചൊന്ന് ദേഷ്യപ്പെടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്താൽ ഞാൻ വരണ്ടു പോകും എന്നുള്ള അത് ഞാൻ വരണ്ടു പോവുകയും ചെയ്തു. ഞാൻ ഓരോ പടം കഴിയുമ്പോഴും ഞാൻ ആലോചിക്കും ഞാൻ എല്ലാം പഠിച്ചു, ഇനി എനിക്കൊരു അനുഭവം എനിക്ക് വരാനില്ല. പിന്നെ സ്ട്രാറ്റജി ഞാൻ മാറ്റി. ഞാനൊരു രണ്ടാമത്തെ മൂന്നാമത്തെ പടമായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പറ്റിച്ചു, എനിക്ക് മനസ്സിലാവാത്ത രീതിയിൽ പറ്റിച്ചു എന്ന് പറഞ്ഞു. ലാലേട്ടൻ എനിക്ക് ഒരു അഡ്വൈസ് തന്നു. അങ്ങനെ ഓരോ സിനിമയിലും ഓരോരോ പാഠങ്ങൾ പഠിച്ചിട്ടാണ് ബിസിനസ് ചെയ്യാൻ പഠിച്ചത്. ഈ പ്രൊമോഷന് വേണ്ടി ആർട്ടിസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അവസാനം കാല് പിടിക്കേണ്ട അവസ്ഥ, ഒന്ന് വന്ന് ചെയ്യുമോ ഒന്ന്. ഞാനിത് മടുത്തു. എന്നെ 4 പേരെ അറിയാമെങ്കിൽ ഇത്രയും പേരുടെ അടുത്ത് ഈ ചോദിച്ച ബുദ്ധിമുട്ടുണ്ടല്ലോ. 100 പേരുണ്ടെങ്കിൽ 99 പേരും ഒറ്റക്കെട്ട്, പ്രൊഡ്യൂസർ മാത്രം ഒറ്റ. നമ്മളെ ശത്രുവായിട്ടാണ് അവർ കാണുന്നത്. പക്ഷെ നമ്മളും ഇതേപോലെ തന്നെ ആ സിനിമ ഡ്രീം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്? ഇച്ചിരി വലിയ പടമാണ്. സ്ഫടികം പോലൊരു പടമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാരും എക്സൈറ്റഡ് ആണ് ആ പടം. നമസ്കാരം. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ്റെ ചുക്കാൻ പിടിക്കുന്ന സാരഥിയായ നല്ല ബ്യൂട്ടിഫുൾ മൈൻഡുള്ള ബ്യൂട്ടിഫുൾ ലേഡി ഇവിടെ ഇരിപ്പുണ്ട്. മറ്റാരുമല്ല, സാന്ദ്ര തോമസ്. നമസ്കാരം. താങ്ക് യു. നമ്മളൊന്നും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചേട്ടന് പല പ്രാവശ്യം ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഞാൻ തുടക്കം സിനിമയിൽ വന്ന സമയത്താണെങ്കിലും എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, സാൻഡ്ര മണിയമ്പിള്ള രാജചേട്ടൻ്റെ പോലെയാണ് പ്രൊഡക്ഷനിൽ. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കമ്പയർ. പിന്നെ എൻ്റെ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കൈലാസ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ സാൻഡ്ര പോലെ തന്നെ അരുൺ PR പറഞ്ഞു. അപ്പൊ എന്നെ പോലെ തന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അത് പൊതുവെ നമ്മൾ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആവുമ്പോൾ വേറൊരു രീതിയിലാണ് പ്രൊഡക്ഷൻ. നമ്മളല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് സിനിമ ചെയ്യുന്ന രീതിയിലല്ലല്ലോ. അപ്പം ആക്ടേഴ്സ് പ്രൊഡ്യൂസർ ആകുമ്പോൾ കുറച്ചുകൂടെ ലീനിയന്റ് ആണ് എല്ലാ കാര്യങ്ങളും. മാത്രമല്ല, ഇതിനൊക്കെ ഒരു ബ്യൂട്ടിഫുൾ മൈൻഡ് വേണം. ഉദാഹരണത്തിന് ഇതിനു മുമ്പ് പല ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും നമ്മൾ ചെയ്യുന്ന മാതിരിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാറില്ല. നമുക്ക് ഇതിനകത്തൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല, ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഞാൻ പക്ഷേ രേഖകളിൽ പറയുന്നുണ്ട് നമ്മൾ തമ്മിലൊരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചു. ചെപ്പ് കളിക്കുന്ന ചങ്ങാതി 1991 തോന്നുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ കോമ്പിനേഷൻ സീൻ ഇല്ല. കലാകാരൻ ഡയറക്ട് ചെയ്തു. അതെ അതെ, ഞാൻ അതിൽ ചെറിയ സീൻ ഞങ്ങൾ പാവാടയും ബ്ലൗസും. അതെ, വളരെ എനിക്കൊന്ന് 2.5 വയസ്സെങ്ങാണ്ട് എനിക്കുള്ളൂ. കുഞ്ഞായിരുന്നു. 2.5 വയസ്സ് 3 വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു കടപ്പുറത്തെ ഒരു സീൻ. എനിക്ക് തോന്നുന്നു മുകേഷ് ചേട്ടനും ജയതി ചേട്ടനും കൂടെ ഉള്ള ഒരു സീനില് ഉള്ളൊരു ചെറിയൊരു ഇതായിരുന്നു. ഞങ്ങൾ പപ്പയുടെ ഫ്രണ്ട് ആയിരുന്നു. അപ്പം അങ്ങനെ ഷൂട്ടിംഗ് ഒന്ന് കാണാൻ വേണ്ടി പോയ സമയത്ത് ബീച്ചില് അങ്ങനെ